നമസ്കാരം. ഇന്നലെ ഈസ്റ്റർ ആയിരുന്നു. ഈസ്റ്റർ ഡേയിൽ നമ്മുടെ വീട്ടിലെ വിശേഷമാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് വേദയുടെ ഫ്രണ്ട്സ് എല്ലാം വരുന്നുണ്ട്. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ വേദികയും അതർവയും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടും ഈസ്റ്റർ ആയതുകൊണ്ടും ഞാനിന്ന് വീട്ടിലെ ചിക്കൻ ബിരിയാണിയാണ് വെക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിക്ക് മുളക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ എല്ലാം ഇന്നലെ മസാലയെല്ലാം പുരട്ടി വെച്ചു. അടുത്തതേ അരി ഞാൻ കഴുകിയെടുക്കുകയാണ്. ഞാൻ അരി നമ്മുടെ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. നിസാമി ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് വെക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്തൊരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ അരി ഇങ്ങനെ ഒരുപാട് സമയം വെള്ളത്തിലൊന്നും ഇട്ടേക്കില്ല. ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ട് വെള്ളം മാറാനായിട്ട് ഇങ്ങനെ മാറ്റി വെക്കും കേട്ടോ. അല്ലാതെ ഞാനിങ്ങനെ വെള്ളത്തിൽ ഒരുപാട് സമയമൊന്നും ഞാൻ അങ്ങനെ അരി ഇട്ടേക്കത്തില്ല. എനിക്കെന്തോ കുഴഞ്ഞു പോകും പോലെയൊക്കെ തോന്നും, വെന്ത് പോയതുപോലെയൊക്കെ ഫീൽ ചെയ്യും. എന്തോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ അരി ഈ ബസുമതി റൈസ് ആണെങ്കിൽ ഞാൻ വറ്റിച്ചെടുക്കത്തില്ല, വേവിച്ച് കോരി മാറ്റി എടുക്കത്തേ ഉള്ളൂ കേട്ടോ. കൈമ റൈസ് ആണെങ്കിൽ ഞാൻ വറ്റിച്ചെടുക്കും. അങ്ങനെയാണ് ഞാൻ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ അരിയെല്ലാം കഴുകി മാറ്റി വയ്ക്കുകയാണ്. ഇന്ന് നല്ല ജോലിയുണ്ട്. പക്ഷേ ഒരു പരിധി വരെ ഇന്നലെ വൈകുന്നേരം ഞാൻ എൻ്റെ ജോലികളെല്ലാം ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് എനിക്ക് ഇന്ന് അത്രയും ജോലി കുറവുണ്ട് കേട്ടോ. അപ്പോൾ ചോറും ബിരിയാണിയും കാര്യങ്ങളും എല്ലാം ലാസ്റ്റ് വയ്ക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്. ഇഡ്ഡലി എല്ലാം അവിച്ചു വെച്ചു. മുളക് ചമ്മന്തി ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു പായസം കൂടെ വെക്കണം. പായസം വെച്ച് കഴിഞ്ഞ ശേഷം ബിരിയാണി വയ്ക്കാൻ നേരി. അപ്പോൾ നമ്മുടെ ഈ ബിരിയാണി വയ്ക്കുന്നത് അടുപ്പിലാട്ടോ. നമ്മുടെ വിറകടുപ്പിൽ കനലിലൊക്കെ ഇട്ടാണ് ഈ ബിരിയാണി വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ അടുപ്പ് കൂട്ടാനായിട്ട് ഒരു കുഞ്ഞ് അടുപ്പ് എനിക്ക് ഉണ്ട്. പക്ഷെ അതിൽ വയ്ക്കാൻ പറ്റത്തില്ല. വലിയ ബിരിയാണി പോട്ടാണ് എടുക്കുന്നത്. ബിരിയാണി ചെമ്പെന്ന് പറയാം, അലൂമിനിയത്തിൻ്റെ. അപ്പോൾ അതെന്തായാലും ആ കുഞ്ഞ് അടുപ്പിൽ എനിക്ക് വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലൊരു അടുപ്പ് സെറ്റ് ചെയ്താലേ എനിക്കത് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഹോളോ ബ്രിക്സ് എല്ലാം ഇവിടെ പണി കഴിഞ്ഞപ്പോൾ അവർ പണിക്കാരെടുത്ത് മുകളിൽ വയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിക്കാതെ ഞാനിവിടെ വച്ചിരിക്കുകയായിരുന്നു. കാരണം എപ്പോഴെങ്കിലും ഇതുപോലെ അടുപ്പ് കൂട്ടണമെങ്കിൽ മുകളിൽ നിന്ന് ഇങ്ങനെ താഴെ എടുക്കാൻ ആരും ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഞാനിതിവിടെ തന്നെ വെച്ചിരുന്നു. ഇവിടെ വച്ചിട്ട് തന്നെ ഒന്ന് അടുപ്പ് സെറ്റ് ചെയ്ത് തരാൻ എനിക്കൊരു മനുഷ്യരില്ല. പക്ഷേ ഞാൻ തളരില്ല, പതറില്ല. ഞാൻ ആരെയും സഹായത്തിന് വിളിക്കത്തില്ല. എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യത്തില്ല. വിളിച്ചു നോക്കും, ഒന്ന് വരുന്നുണ്ടോ നോക്കും. വന്നില്ലെങ്കിൽ ഞാൻ ചെയ്യും. ഇത് ഏട്ടനെ ഉദ്ദേശമാണ്, ഏട്ടനെ മാത്രം ഉദ്ദേശമാണ്, ഏട്ടനെ തന്നെ ഉദ്ദേശമാണ്. ഇതിപ്പോൾ ഞാൻ ഏട്ടനെ വിളിച്ചിട്ടില്ല. ഏട്ടനെ വയ്യാത്തതുകൊണ്ട് വെയിറ്റ് ഒന്നും എടുത്തുകൂടാന്നൊക്കെ പറഞ്ഞ് ഏട്ടൻ അങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ചോദിച്ചിട്ടില്ല കേട്ടോ. ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്തു, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴേക്കും വേദതേ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. 10 മണിയായാലും 11 മണിയായാലും 12 മണിയായാലും എണീറ്റ് വരാത്ത വേദ 8:30 മണിയായപ്പോൾ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. 12 മണിക്കൊക്കെ വിളിക്കുമ്പോൾ എഴുന്നേറ്റ് ഉണർന്ന് വരുന്നു എന്നല്ലാണ്ട് വേദയുടെ ഇഷ്ടപ്രകാരം ഇന്ന് വരെയും വേദ എഴുന്നേറ്റ് വന്നിട്ടില്ല. സ്കൂളില്ലാത്ത ദിവസത്തെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഇന്ന് 8:30 കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. വേദയും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ഞാൻ നമ്മുടെ ഒരു പാൽപ്പായസത്തിൻ്റെ മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, മിൽമയുടെ കേട്ടോ. അതിൽ പായസം വയ്ക്കാൻ പോവുകയാണ്. അപ്പം ഞാനും ഇന്ന് അധികം നേരത്തെ എഴുന്നേറ്റില്ല. ഇന്ന് എഴുന്നേൽക്കും പോലെ 7 മണിയൊക്കെ ആയിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ അതിൽ തന്നെ ജോലികളൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ കുറച്ചെല്ലാം പരിപാടികൾ ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. ചിക്കൻ കഴുകി അതിൽ മസാലയെല്ലാം പുരട്ടി വെച്ചിരുന്നു. സാലഡിനെല്ലാം അരിഞ്ഞ് വെച്ചിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് കുഞ്ഞു പരിപാടികളൊക്കെ ചെയ്തിരുന്നു. പായസമൊന്നും നമുക്ക് തലേ ദിവസം ചെയ്ത് വെക്കാൻ പറ്റില്ല, ബിരിയാണിയും ചെയ്ത് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതൊക്കെ പെൻഡിങ്ങിൽ വെച്ചിട്ട് തലേ ദിവസം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചു. അപ്പോൾ പാൽപ്പായസത്തിൽ പാല് 1 ലിറ്റർ പാല് 2 കവർ പാലൊഴിച്ചിട്ട് വയ്ക്കാനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ പാലട പായസമാണ് എടുത്തത്. അതുകൊണ്ട് പാലടയ്ക്ക് കുറച്ച് വേവുള്ളത് കൊണ്ട് 1 ലിറ്റർ പാലിൽ വേവോ എന്നൊരു സംശയമുള്ളത് കൊണ്ടും ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് 2 പാക്കറ്റ് പാൽപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിപ്പോൾ ഞാൻ സേമിയ പായസം വെച്ചാലും പാൽപ്പായസമൊക്കെ വെച്ചാലും ഇതുപോലെ പാൽപ്പൊടി ഇട്ട് വയ്ക്കാറുണ്ട്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ദീപ ചേച്ചിയൊക്കെ അങ്ങനെയാണ് വയ്ക്കാറ്. അത് കണ്ടിട്ടാണ് ഞാനും പഠിച്ചത്. എനിക്കങ്ങനെ ഒരു പാൽപ്പൊടി ഇട്ട് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. പക്ഷേ പാൽപ്പൊടിയിൽ ചായ ഇട്ട് കുടിച്ചാൽ എനിക്കിഷ്ടപ്പെടത്തില്ല. എന്തോ ഒരു ചെവ പോലെ തോന്നിയിട്ട് കുടിക്കത്തില്ല. പക്ഷേ പാൽപ്പൊടിയിൽ കോഫി ഇട്ട് കുടിച്ചാൽ നല്ലതാട്ടോ. ഇപ്പോൾ പായസം ഇട്ട് വെച്ചാലും പാൽപ്പൊടിയിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ജസ്റ്റ് ആ വെള്ളം ഒന്ന് തിളച്ച് ഈ പാലട ഒന്ന് വെന്ത ശേഷം ആവശ്യത്തിന് പാലൊഴിക്കാമെന്ന് കരുതി. എന്തായാലും ഈ പാലട വേവാനായിട്ട് ഈ 1 കപ്പ് വെള്ളം മതിയാകത്തില്ല. ആദ്യം ഒന്ന് ഒഴിച്ചു നോക്കാം, എന്നിട്ട് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. 1 കവർ പാലുകൂടി ഒഴിച്ചിട്ട് വേവിക്കാം. എന്നിട്ട് ലാസ്റ്റ് 1 കവർ കൂടി ഒഴിക്കുമ്പോഴേക്കും കറക്റ്റാവും എന്നുള്ള രീതിയിലാണ് തൽക്കാലം എൻ്റെ ഒരു പോക്ക്.
അപ്പോൾ മീൻസ് പാൽപ്പൊടി ഒഴിച്ചിട്ട് അത് പാല് തിളച്ച് വന്നിട്ടുണ്ട്, വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് പാലട ഇട്ട് കൊടുത്തു. എന്നിട്ട് നോക്കിയപ്പോൾ അത് പെട്ടെന്ന് തന്നെ കുറുകി വരുന്നുണ്ട്. അങ്ങനെ ഞാൻ പാലെടുത്ത് അതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഇനി നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. എനിക്ക് പറ്റിയൊരു അബദ്ധം, ഇത് തികച്ചും യാദൃശികം മാത്രം കേട്ടോ. പാലെന്ന് പറഞ്ഞെടുത്ത് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തത് തൈര്, മിൽക്കി മിസ്റ്റിൻ്റെ ഒറിജിനൽ തൈരാണ് ഞാനെടുത്തൊഴിച്ചു കൊടുത്തത്. ദൈവമേ, ഇനി എന്ത് ചെയ്യും? ഞാൻ ഒഴിച്ചപ്പോൾ പാലിന് ഭയങ്കര കട്ടി. അപ്പം ഞങ്ങൾ ഫ്രീസറിലെങ്ങാനും ഇരുന്ന പാലാണോ? ഇന്നലെ വൈകിട്ട് വാങ്ങിയിട്ട് വന്ന പാലാണല്ലോ, ഫ്രീസറിലല്ലല്ലോ വെച്ചത്. പിന്നെ ഇതെന്താ കട്ടിയെന്ന് പറഞ്ഞിങ്ങനെ ഒരു സ്പൂൺ ഇങ്ങനെ വീണത് മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് തൈരായിരുന്നു എന്ന്. ദൈവമേ, പണി പാളി, ഇനി വേറെ മിക്സ് ഇല്ല, ഞാനിനി എന്ത് ചെയ്യും എന്നിങ്ങനെ വിഷമിച്ച് നിന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്തോ വരട്ടെ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു കവർ പാലൂടെ അതിൻ്റെ കൂട്ടത്ത് പൊട്ടിച്ചൊഴിച്ചു കേട്ടോ. എന്തായാലും ഈ പായസം കളയേണ്ടി വരും. അപ്പോൾ ഇപ്പോഴേ കളയാൻ വേണമെങ്കിൽ 2 കവർ പാലൂടെ ഒഴിച്ചൊരു പരീക്ഷണം നടത്തി നോക്കാം. പാല് പിരിഞ്ഞില്ല എങ്കിൽ, ചീത്തയായില്ല പായസമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു കവർ പാൽ അതിലേക്ക് ഒഴിക്കാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. ഇത് ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ 2 കവർ തൈര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കവർ തൈര് ഞാൻ വീട്ടിലെ ആവശ്യത്തിനായിട്ട് പൊട്ടിച്ച് നമ്മൾ സ്ഥിരം ഒഴിച്ച് വയ്ക്കുന്ന തൈരിൻ്റെ ബോട്ടിൽ ഒഴിച്ച് വെച്ചായിരുന്നു. ഒരു കവറ് സാലഡിനും ചിക്കനൊക്കെ വേണ്ടിയിട്ട് ഞാനങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ഞാൻ വീട്ടിലിരുന്ന തൈരാണ് ഉപയോഗിച്ചത്, കവറിലത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ ഏട്ടൻ പാല് വാങ്ങിച്ചിട്ട് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പാലിൽ ഒരു കവർ പാല് പ്രത്യേകം ഇരിക്കുന്നു. അതെന്താ അങ്ങനെയെന്ന് കരുതിയിട്ട് അത് തൈരായിരുന്നു. ആ തൈരിനെ കൂടെ എടുത്ത് ഈ കവർ പാലിൻ്റെ കൂട്ടത്ത് വെച്ചു. ആ കവറിനും ബ്ലൂ കളർ, തൈരിനും ബ്ലൂ കളർ. അങ്ങനെയാണ് ഈ ഒരു അബദ്ധം പറ്റിയത്. ഇനി അവിടെ ഇരുന്നിട്ട് വീണ്ടും എടുത്ത പായസത്തിൽ ഒഴിക്കണ്ടെന്ന് കരുതിയിട്ട് അപ്പോൾ തന്നെ ഞാൻ സലാഡിന് കട്ട് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ് എല്ലാം ഇങ്ങനെ പുറത്തെടുത്തിട്ട് അതിലേക്ക് ആ തൈരങ്ങ് മിക്സ് ചെയ്ത് കേട്ടോ. എന്തൊരു അബദ്ധമല്ലേ പറ്റിയത്. ഇതുപോലെയൊക്കെ നിങ്ങൾക്കും പറ്റാറുണ്ടോ? ഇതുപോലെയായിരുന്നു അമ്മയ്ക്ക് കഴിയാൻ പ്രാവശ്യം. ചീമയുടെ നമ്മളൊരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ചീമ MBBS കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഗസ്റ്റുകളെല്ലാം ഉണ്ടായിരുന്നു. അതെന്തോ ഒരു കവർ പാലെല്ലാം പൊട്ടിച്ചൊഴിച്ച് ചായയ്ക്ക് ഒഴിച്ച ശേഷം ഒരു കവർ തൈരോടെ എടുത്ത് ഒഴിച്ചിലേക്ക് ഒഴിച്ചു കൊടുത്തു. അന്ന് ഞാൻ അമ്മയോട് ദേഷ്യപ്പെട്ടു. കണ്ണ് കണ്ടുകൂടെ, നോക്കിയിട്ടെടുത്ത് ഒഴിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. പക്ഷേ ഈ ഒരു അബദ്ധം ആർക്ക് വേണമോ പറ്റാം എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് അതിലേക്ക് പാലൊഴിക്കാൻ പോവാണ് മറ്റതിലേക്ക്. കാരണം ഒരു സ്പൂൺ വരും കേട്ടോ തൈര് അതിലേക്ക് വീണു. അതിനെ ഞാൻ വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചു കേട്ടോ. ആ പാൽപ്പൊടിയുടെ മിക്സിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചു. അപ്പോഴൊന്നും പാല് പിരിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഒരു കവർ പാല് കൂടി ഒഴിച്ച് നോക്കാം എന്ന് കരുതുന്നത്. എന്താ പറയല്ലേ, എനിക്കാണെങ്കിൽ അങ്ങ് സങ്കടവും ദേഷ്യവും വിഷമവും ഒക്കെ വരുന്നുണ്ട്. കാരണം ഇനി എൻ്റെ കയ്യിൽ പായസം വയ്ക്കാനില്ല, ഒന്നുമില്ല. വെർമസലിയോ പാലട മിക്സോ പാലടയോ ഒന്നുമില്ല. എന്ത് ചെയ്യും? പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ള സാധനമാണ്. ഇനിയിപ്പോൾ പോയി വാങ്ങാനാണെങ്കിൽ ഏട്ടൻ രാവിലെ പോയി, ഏട്ടൻ വരുമ്പോൾ ലേറ്റ് ആവും. പിന്നെ ഇനി ആര് പോയി വാങ്ങും? വണ്ടിയില്ല, കാർ എടുത്തിട്ടൊക്കെ പോകണം. അങ്ങനെ അങ്ങ് ആകെ വിഷമത്തിലായി. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരു കവർ പാൽ കൂടെ അതിലേക്ക് ഒഴിച്ചു കേട്ടോ. ഭാഗ്യത്തിന് പാല് പിരിഞ്ഞില്ല. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. തൈരിനെ നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുത്തത് കൊണ്ടാണോ പാല് പിരിയാത്തത് എന്താണെന്ന് അറിയില്ല. പാല് പിരിഞ്ഞില്ല. ചിലപ്പോൾ കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഇനി പാല് പിരിയുന്നുണ്ടോ എന്തോന്നും അറിയത്തില്ല. എന്തായാലും ഇപ്പോൾ ഒഴിച്ചപ്പോഴേക്കും പാല് പിരിഞ്ഞില്ല. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല ലൂസായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇത് വേകാനുമുണ്ട് ഈ പാലട. അതുകൊണ്ട് ഞാൻ ഒരു കവർ പാലൂടെ ഒഴിച്ചു. എന്തായാലും ഫ്ലോപ്പ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു കവർ പാലൂടെ ഒഴിച്ചു. എന്തായാലും ചീത്തയാവുകയാണെങ്കിൽ എടുത്ത് കളയേണ്ടി വരും. അപ്പോൾ 2 കവർ പാലിൻ്റെ നഷ്ടമല്ലേ ഉള്ളൂ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് രീതിയാണ്. ആദ്യത്തെ ഒരു കവർ ഒഴിച്ചപ്പോൾ സക്സസ് ആയി. അങ്ങനെ രണ്ടാമത്തെ ഒരു കവർ പാലൂടെ ഒഴിച്ചു. അതും വലിയ കുഴപ്പമില്ല, സക്സസ് ആയി എന്ന് തന്നെയാണ് വിശ്വാസം. ഞാനങ്ങനെ പായസമൊക്കെ വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു 2 ഇല എടുത്തിട്ട് വരാൻ പറഞ്ഞു. വാഴയില ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ, ബിരിയാണി കഴിക്കാനായിട്ട് ഇല എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഏട്ടച്ചെന്ന് കറക്റ്റ് 2 ഇല എടുത്തിട്ട് വന്നു. ഞാൻ പറഞ്ഞു ഇതെന്ത് 2 ഇല, നീ 2 ഇല എടുത്തിട്ട് വരാനല്ലേ പറഞ്ഞു. ഞാൻ പറഞ്ഞു 2 ഇല മീൻസ് 3 ഇല, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ വീട്ടിൽ എത്ര ഗസ്റ്റ് ഉണ്ടോ ആ ഗസ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് 4-5 ഇല. എന്നിട്ട് ഞാൻ ആളുടെ എണ്ണം എടുത്തിട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ രണ്ടാമത് അച്ഛനും മോളും കൂടി പോയി ഏതോ പറമ്പിൽ കയറിയിട്ട് വാഴയില എടുക്കുക കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് പറമ്പൊന്നും ഇല്ലല്ലോ വാഴയില എടുക്കാനായിട്ട്. അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അങ്ങനെ എവിടെയെങ്കിലും കയറി വാഴയില എടുക്കും. നിറയെ വാഴയൊക്കെ നിൽക്കുന്ന എവിടെയെങ്കിലും കയറി വാഴയില എടുക്കാറാണ് പതിവ്. അങ്ങനെ 2 പേരും കൂടി വാഴയിലയും കൊണ്ടുവന്നു. ഇപ്പം അത്യാവശ്യം വാഴയില ഉണ്ട് കേട്ടോ. മറ്റേത് 2 വാഴയിലയും കൊണ്ടാണ് വന്നത്. അങ്ങനെ ഞാൻ അതിനെ കഴുകിയെല്ലാം വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫുൾ വീടെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം നീറ്റാക്കിയ ശേഷം
ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് കരുതി. ബിരിയാണി ഞാൻ പുറത്ത് ഞാൻ പറഞ്ഞില്ല അടുപ്പിലിട്ടാണ് വയ്ക്കുന്നത്. പിന്നെ അകത്തേക്ക് കിച്ചണിൽ വലിയ പരിപാടികളില്ല, കിച്ചൺ പിന്നെ വൃത്തികേടാവത്തില്ല. അപ്പോൾ എല്ലാ ജോലികളും കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ ഇരുന്ന് സമാധാനമായിട്ട് ചെയ്യാമല്ലോ എന്ന് കരുതി. അപ്പോൾ പാലല്ലോ പായസം തേക്കിനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നോക്കി പാല് പിരിങ്ങിട്ടില്ല കേട്ടോ, കൊള്ളാമല്ലേ. അയ്യോ സന്തോഷമായി, ഈശ്വരാ പിരിങ്ങിരുന്നെങ്കിൽ ഞാൻ ആകെ ചമ്മി നാണം കെട്ട് പോയേനെ. ചമ്മത്തൊന്നുമില്ല, നമ്മുടെ കാര്യം അങ്ങ് പറയാം, അത്രയേ ഉള്ളൂ. പിള്ളേർക്കൊക്കെ ഇഷ്ടമായതുകൊണ്ടുള്ള ഒരു ഇത് പറഞ്ഞതാണ്. അപ്പോഴേക്കും വേദ കഴിഞ്ഞ ദിവസമേ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് 1 കിലോ മാങ്ങ വാങ്ങിത്തരണം, ഉപ്പും മുളകും ഒക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഏട്ടൻ ചെന്ന മാങ്ങ വാങ്ങിച്ചിട്ട് വന്നു. ഇത് കഴിഞ്ഞ ദിവസം വിഷുക്കണി വെച്ച മാങ്ങ, അത് മാത്രം പച്ചയായിട്ടുണ്ടായിരുന്നുള്ളൂ. ഏട്ടൻ ചെന്ന് പച്ചമാങ്ങ എന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് വന്നത് പഴുത്ത മാങ്ങയായിരുന്നു കേട്ടോ. പിന്നെ വേദ ചെത്തി എടുത്തോളാം എന്നൊക്കെ പറഞ്ഞു. വേദ ചെത്തിക്കൊണ്ട് നിന്നാൽ എൻ്റെ ജോലിയൊന്നും കഴിയത്തില്ല. വേദ ചെത്തി മാറിയാലേ എനിക്കിവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ ചെത്തിത്തരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ മാങ്ങയെല്ലാം ചെത്തി ക്ലീൻ ചെയ്യാം കേട്ടോ. ഇത് ബിരിയാണിക്കുള്ള സാധനങ്ങൾ ഞാനങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഇനി പുറത്തങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് പോകണം. ഇവിടെ ഇനി ഒരു പരിപാടികളും ഇല്ല. അപ്പോൾ എൻ്റെ എല്ലാ ജോലികളും ഏകദേശം കിച്ചണിലുള്ളതായി. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട്, പായസമായിട്ടുണ്ട്, ഇനി വേറൊന്നുമില്ല. അപ്പോൾ ഇന്ന് രണ്ടുണ്ട് കാര്യം. ഒന്ന് ഈസ്റ്ററാണ്, ഒന്ന് പിള്ളേർ വന്ന സന്തോഷവും എല്ലാം കൂടിയാണ് കേട്ടോ. വേദയ്ക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇങ്ങനെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുട്ടികളൊക്കെ വരുന്നതും അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ ആകെ തളർന്നു പോകും കേട്ടോ. എന്നെക്കൊണ്ട് പിന്നെ ഒന്നിനും പറ്റത്തില്ല. കാരണം എനിക്ക് ഒന്നാമതാരും എൻ്റെ കൂടെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാൻ കയറുന്ന ഇഷ്ടമല്ല. ഞാൻ ഒറ്റയ്ക്കൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ എൻ്റെ പണി പാളും കേട്ടോ. അങ്ങനെ എന്തായാലും വേദയ്ക്ക് മാങ്ങയെല്ലാം ചെത്തിപ്പറക്കി കൊടുത്തു. അപ്പോൾ അവൾ തന്നെ ഉപ്പും മുളകും കുറേ വെളിച്ചെണ്ണയെല്ലാം അതിലേക്ക് ഒഴിച്ച് എടുത്ത് മിക്സ് ചെയ്തൊക്കെ വെച്ചേക്കാണ്. അമ്മ ചെയ്യേണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൾ തന്നെ അത് ചെയ്തു. എന്തായാലും കുറേ സമയം ഇളക്കി കുറുക്കി നമ്മുടെ പാൽ പായസം റെഡി ആയിട്ടുണ്ട്. അയ്യോ, ഇതിൽ പരം സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല കേട്ടോ. കാരണം അത് ഫ്ലോപ്പായ പാൽപ്പായസമാണ്, ദൈവാനുഗ്രഹം കൊണ്ട് അത് നല്ല രീതിയിൽ കിട്ടി. അതാണ് പറയുന്നത്, മനസ്സറിഞ്ഞ് നമ്മൾ തൃപ്തിയോടെ ഒരു കാര്യം ചെയ്താൽ ഇനി നമ്മൾ എത്ര മോശമായിട്ട് ചെയ്താലും അത് സക്സസ് ആയിട്ട് വരും എന്നുള്ളത്. എന്നിട്ട് ഞാൻ ഒരു വാട്ടർമെലൻ ഇരുന്നു, അതിനെ കൂടി ജ്യൂസ് അടിച്ച് വെക്കാൻ. ഭയങ്കര ചൂടൊക്കെ അല്ലേ, അപ്പോൾ പിള്ളേർക്ക് വരുമ്പോഴൊക്കെ എടുത്ത് കൊടുക്കാമല്ലോ, കളിച്ച് തളർന്നിട്ടൊക്കെ വരുമ്പോൾ കൊടുക്കാമല്ലോ എന്ന് കരുതി വാട്ടർമെലൻ ജ്യൂസ് അടിക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നു. വേദയ്ക്ക് വാട്ടർമെലൻ ഇഷ്ടമല്ല കേട്ടോ. പൈനാപ്പിളൊക്കെ ആണെങ്കിൽ കഴിക്കും, വാട്ടർമെലൻ ഇഷ്ടമല്ല. പക്ഷേ ഞാൻ നിർബന്ധിച്ച് കൊടുക്കും. എനിക്കും ഇഷ്ടമാണ് വാട്ടർമെലൻ, അത് ജ്യൂസ് അടിച്ച് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് അല്ലാണ്ട് കഴിക്കുന്നതിന് വലിയ താല്പര്യമില്ല. ഇപ്പോൾ പിന്നെ എങ്ങനെ നോക്കിയാലും ഞാൻ കഴിക്കും, അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. എങ്കിലും ജ്യൂസാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ കുറച്ച് പാലൂടെ ഒഴിച്ചിട്ട് ജ്യൂസ് അടിക്കും, പഞ്ചസാരയൊന്നും ഇട്ടില്ല. ഇപ്പം ഞാൻ അങ്ങനെ അധികം ജ്യൂസിലൊന്നും പഞ്ചസാരയൊന്നും ഇടാറില്ല കേട്ടോ. കുറച്ച് പാലും വാട്ടർമെലനും കൂടെ ഒഴിച്ചപ്പോൾ കൊള്ളാം. വാട്ടർമെലൻ അത്യാവശ്യം മധുരം ഉള്ളതുകൊണ്ട് പഞ്ചസാരയുടെ ആവശ്യമൊന്നും വന്നില്ല. 2 സ്റ്റെപ്പായിട്ട് ജ്യൂസ് എല്ലാം അടിച്ച് ഒരു ബോട്ടിലാക്കി അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു. ആവശ്യാനുസരണം എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് ആ കാര്യവും കഴിഞ്ഞു. എന്നിട്ട് കിച്ചണിലെ ഫുൾ പണിയും നമ്മുടെ ഡോബിയുടെ പണി ഡോബി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിച്ചണെല്ലാം ക്ലീൻ ചെയ്ത് ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ബിരിയാണി വെക്കുന്ന പരിപാടിയിലേക്ക് കയറാം. അങ്ങനെ ഞാൻ ബിരിയാണി ഞാൻ പറഞ്ഞില്ല അടുപ്പത്തിട്ട് വെക്കുന്നതുകൊണ്ട് അത് കത്തിക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. അങ്ങനെ കുറേ ചിരട്ടയും കുറച്ച് വിറകൊക്കെ ഇവിടെ പണി കഴിഞ്ഞതിൻ്റെ ബാക്കി കുറേ വിറകൊക്കെ കിടന്നു കേട്ടോ. അതെല്ലാം കൂടിയൊക്കെ വെച്ച് ഞാൻ കത്തിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേപ്പർ വേസ്റ്റും ചകിരി ചിരട്ടയൊക്കെ തേങ്ങ ചിരണ്ടിയിട്ട് ബാക്കി വരുന്നതിനൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും. കാരണം ഇവിടെ ഇതുപോലുള്ള പരീക്ഷണങ്ങൾ, കനലുണ്ടാക്കൽ, ഇതുപോലുള്ളത് അൽഫാം ഉണ്ടാക്കൽ, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ മിക്കവാറും ഒക്കെ കലാപരിപാടികൾ നടക്കാറുണ്ട്. അതുകൊണ്ട് ഈ വക സാധനങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിറകിന് അധികം ബുദ്ധിമുട്ടില്ല. പെട്ടെന്നൊക്കെ ഒരു അത്യാവശ്യത്തിന് ഉണ്ടാവും. ഒരുപാടൊന്നുമില്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ട്. ഇപ്പോൾ വീട് നമ്മുടെ ബാക്കിൽ കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാക്കി വേസ്റ്റൊക്കെ വന്നതൊക്കെ ഞാൻ സൂക്ഷിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ്. സമയത്ത് നമുക്ക് എവിടെയും ഓടി ചെന്നാൽ കിട്ടത്തില്ല, എവിടെയെങ്കിലും വിറക് പെട്ടെന്ന് കിട്ടത്തില്ല. അതുകൊണ്ട് ഇതെല്ലാം സൂക്ഷിച്ച് വെച്ചിരുന്നത് കൊണ്ട് നമുക്ക് വിറകിന് മുട്ടില്ല. അങ്ങനെ ഞാൻ അതിഗംഭീരമായിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം ഇരുന്നാൽ മാത്രമേ ഇത് കത്തത്തുള്ളൂ. മണ്ണെണ്ണയൊന്നുമില്ല, ഡീസലോ പെട്രോളോ ഒന്നുമില്ല. അതുകൊണ്ട് ഈ പേപ്പർ വെച്ച് കത്തിച്ച് ഒരു കൂട് തീപ്പെട്ടിയും 2 ആഴ്ചത്തെ പേപ്പറും കഴിയും കേട്ടോ. ഞാൻ തീ കത്തിക്കാനായിട്ടിരുന്നാൽ, അല്ലാതെ വേറെ മാർഗ്ഗമില്ല ഇത് കത്തിക്കാനായിട്ട്. അങ്ങനെയും അതൊന്ന് കത്തിപ്പിടിച്ച് വന്നപ്പോഴേക്കും വേദികയുടെ അമ്മയും വന്നു കേട്ടോ. പിന്നെ അത് അവിടെ ഇട്ടിട്ട് ഞാൻ അവരോട് ചെന്ന് കാര്യമൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ കേട്ടു പായസം എടുക്കട്ടേന്ന് ചോദിച്ചു. ഞാൻ പറ്റിയ അബദ്ധം പറഞ്ഞു കേട്ടോ. ഞാനൊരു സ്പൂൺ തൈര് ആദ്യം ഒഴിച്ചു, എന്നിട്ടാണ് പാലൊഴിച്ചത്. കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് തന്നെ എടുത്തു. കാരണം നമ്മൾ ചീറ്റ് ചെയ്യും പോലെ ആവില്ലേ. ഞാൻ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിനും വ്യത്യാസമില്ല, പാവല് പിരിങ്ങിട്ടോ ഒന്നുമില്ല, എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ വേദികയുടെ അമ്മ പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാനെന്താ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിക്കും വേദികയ്ക്കും കൂടി എടുക്കുകയാണ്. വേദികയ്ക്ക് ഒരു ചേച്ചി കൂടെ ഉണ്ട് കേട്ടോ, ഋതിക വന്നിട്ടില്ല, ഈവനിങ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ വേദിക അമ്മയും കൂടിയാണ് വന്നിട്ടുള്ളത്.
മണിയൊക്കെ ആയപ്പോഴേക്കും വേദിക അമ്മയും കൂടി വന്നു കേട്ടോ. അപ്പോൾ പായസം കുടിച്ചിട്ട് കൊള്ളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സന്തോഷമായി. ഞാനും കുടിച്ചു നോക്കി കേട്ടോ, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ടേസ്റ്റ് വ്യത്യാസമോ പുളിയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ചേച്ചിയും വേദികയൊക്കെ പായസമൊക്കെ കുടിച്ചിട്ട് വേദികയെ നിർത്തിയിട്ട് ചേച്ചി പോയി വൈകുന്നേരം വന്ന് വേദികയെ വിളിക്കാമെന്ന് പറഞ്ഞു. അടുത്ത് വീണ്ടും ഞാൻ തീ കത്തിച്ച് വെള്ളമെല്ലാം അടുപ്പത്തിട്ട് വെള്ളമെല്ലാം ഒന്ന് തിളച്ച് തുടങ്ങി. അരി വേവിക്കാനായിട്ട് വെള്ളമെല്ലാം ഒന്ന് തിളച്ച് തുടങ്ങിയപ്പോഴേക്കും ദേ വരുന്നു അഥർവയുടെ അമ്മ. പിന്നെ ആ വെള്ളം അവിടെ ഇട്ടിട്ട് നന്നായിട്ട് കിടന്ന് വെട്ടി തിളക്കായിരുന്നു കേട്ടോ. അരി ഇടാനുള്ള സമയം. അരി ഇട്ടിട്ട് ഞാൻ അഥർവയുടെ അമ്മയുടെ കാര്യം പറയാൻ പോയാൽ അരി വെന്ത് പായസമായിപ്പോവും. അതുകൊണ്ട് അരി ഇടാണ്ട് ആ വെള്ളം അവിടെ കിടന്ന് തിളക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അഥർവയുടെ അമ്മയുടെ കാര്യം പറയാനായിട്ട് വന്നു. ഞാൻ ഇനി ചെല്ലുമ്പോൾ തീ അണയുമോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ കേട്ടോ. തീ പോകുന്നെങ്കിൽ പോട്ടെ, നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ അവരോട് സംസാരിക്കാണ്ട് ഞാൻ ബിരിയാണി വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് ശരിയാണോ? അപ്പോൾ എന്തായാലും വേദിക്കിനി കുറച്ച് ദിവസത്തേക്ക് കേമാണ് കേട്ടോ, കോളാണ്. വേദികയുടെ അമ്മയും കുറേ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചിട്ടൊന്നു, അഥർവയുടെ അമ്മയും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേദയ്ക്കിനി 2-3 ആഴ്ചത്തേക്ക് കയറി ഇറങ്ങി സ്നാക്സ് കഴിക്കാനായിട്ട് നിറയെ ഉണ്ട്. അങ്ങനെ കുറച്ച് സമയം അഥർവയുടെ അമ്മയൊക്കെ ഇരുന്നു സംസാരിച്ചു. അപ്പോൾ അഥർവയുടെ അമ്മ വന്നപ്പോൾ ജ്യൂസ് എടുക്കട്ടെ എന്ന് ചോദിച്ചു. അവരൊരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ പായസം വേണോ ജ്യൂസ് വേണോ എന്ന് ചോദിച്ചപ്പോൾ തണുത്ത വെള്ളം മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജ്യൂസ് അടിച്ചതിരിക്കുന്നു തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ജ്യൂസ് കൊടുത്തു. പായസം കുടിച്ചില്ല കേട്ടോ. അങ്ങനെ അഥർവയുടെ അമ്മ പോയ ശേഷം ഞാൻ ബിരിയാണിയുടെ പിറകിലേക്ക് വന്നു. ഇനിയിപ്പോൾ ആരും ഗസ്റ്റ് വരാനില്ല. അപ്പോൾ തേനും ഇല്ല, ദിയയില്ല, അമ്മുമില്ല, ആരുമില്ല. അഥർവയും വേദയും മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചോറെല്ലാം തിളപ്പിച്ച് വേവിച്ച് നമ്മൾ ദമ്മൊക്കെ ഇടാൻ പോവുകയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞില്ലേ പുറകെ വരും. നിങ്ങൾ കരുതുന്നുണ്ടാവും ഒരു പാൽപ്പായസത്തിൻ്റെ റെസിപ്പി ഇടാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ല. അത് ചെറിയ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് അത് ഇടാത്തത്. എന്തായാലും പാൽപ്പായസത്തിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതും ഞാൻ ഇടുന്നതായിരിക്കും. ഉടനെ തന്നെ ഇത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഒരു റെസിപ്പി ഇടാം. അങ്ങനെ ചോറും എല്ലാം ദമ്മിട്ടു. കുറച്ച് സമയം ദമ്മിലെല്ലാം വച്ച ശേഷം ദമ്മിട്ട ശേഷം ഞാൻ കുളിക്കാനായിട്ട് പോയട്ടോ. പിള്ളേരാണെങ്കിൽ അവിടെ കളിയും ബഹളം. സൂപ്പർ എക്സൈറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര സന്തോഷത്തിലാണ്. ഫ്രണ്ട്സ് എല്ലാം വന്നു, അത് കൊടുക്കുന്നു ഇത് കൊടുക്കുന്നു, കളിക്കുന്നു. എനിക്കറിയത്തില്ല എന്തൊക്കെയാണെന്നറിയത്തില്ല. ടി വി കാണുന്നു, എന്ത് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ പറയില്ലേ, വേദയ്ക്ക് ഫുഡ് കഴിക്കുക, കളിക്കുക, ഇതൊക്കെയാണ് വേദയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യം. ഫുഡെന്ന് പറഞ്ഞാൽ എല്ലാ ഫുഡും ഇല്ല കേട്ടോ. ഇതുപോലുള്ള ചിക്കൻ ഐറ്റംസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഴിക്കുക, കളിക്കുകയാണ് വേദയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വേദ ഒറ്റയ്ക്ക് വളരുന്ന കുട്ടിയായതുകൊണ്ടാവാം വേറൊരാളെ കൂടെ കാണുമ്പോൾ, ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എപ്പോഴും കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ എവിടെയെങ്കിലും പോയി നിന്ന് കളിക്കാനും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അഥർവയുടെ വീട്ടിലൊക്കെ ഞാൻ ഇടയ്ക്ക് വിടാറുണ്ട് കേട്ടോ. വേദികയുടെ വീട്ടിലും ഇടയ്ക്ക് പോവാറൊക്കെ ഉണ്ട്. എല്ലാവർക്കും എപ്പോഴും സൗകര്യം ഉണ്ടാവണമെന്നില്ലല്ലോ. സൗകര്യം വെക്കുമ്പോൾ അവർ വിളിക്കും, നമുക്ക് സൗകര്യം വെക്കുമ്പോൾ നമ്മൾ വിളിക്കും. അങ്ങനെ നമ്മുടെ സൗകര്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവാറുണ്ട്. അപ്പോൾ ഞാൻ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? നമ്മുടെ ബിരിയാണി ദമ്മിൽ കിടക്കുകയാണ്. ഞാൻ പോയി കുളിച്ചിട്ട് വന്നപ്പോഴേക്കും ദമ്മിൻ്റെ കാലാവധി കഴിഞ്ഞു. ദമ്മെല്ലാം തണുത്ത് ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മണിയൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കഴിക്കാം, ദം പൊട്ടിക്കാം, കഴിക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞിട്ട് പിള്ളേരെ വിളിച്ചുകൊണ്ട് വന്ന് ഞാൻ ദം പൊട്ടിക്കുകയാണ്. മക്കളെ അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല കിടിലം ഒരു ഹൈദരാബാദി സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയത്. നല്ല മണവും ഒക്കെ ഉണ്ട്. ഇതുണ്ടാക്കി സക്സസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളായിട്ട് വീണ്ടും ഷെയർ ചെയ്യുന്നത്. പിള്ളേരെല്ലാം വന്ന് ഈ മീൻ കട്ട് ചെയ്യുമ്പോൾ പൂച്ച വന്ന് ഇങ്ങനെ നോക്കി നിൽക്കില്ല, അതുപോലെ പിള്ളേരെല്ലാം വന്ന് നിൽക്കുകയാണ്. വേദയാണ് എനിക്ക് വീഡിയോ എല്ലാം എടുത്ത് തരുന്നത് കേട്ടോ. അങ്ങനെ അടുത്ത് ഫുഡ് കഴിക്കാനുള്ള സമയമായി. ഞാൻ വേദയോട് പറഞ്ഞു ഇലയെല്ലാം ഇടൂ, ഞാനിപ്പോൾ റൈസുമായിട്ട് ചിക്കൻ ബിരിയാണിയുമായിട്ട് വരാം എന്ന് പറഞ്ഞ് അങ്ങനെ വേദ ഇലയെല്ലാം എടുത്ത് വെക്കുകയാണ്. ഇല എടുത്തത് എനിക്ക് പാത്രങ്ങൾ കഴുകാനുള്ള പാടുള്ളത് കൊണ്ട് തന്നെയാണ്. ഓൾറെഡി എല്ലാം കൂടിയായിട്ട് കഴുകാൻ ഒരുപാടുണ്ടാകും. പിന്നെ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഈ കുട്ടികൾ കഴിക്കുന്ന 3 പ്ലേറ്റേ ഉണ്ടാവത്തുള്ളൂ. എങ്കിലും അത് കഴുകാൻ പാടല്ലേ. ഇലയാകുമ്പോൾ വിശാലമായിട്ട് അവർക്ക് കഴിക്കുകയും ചെയ്യാം, കാര്യം കഴിയുമ്പോൾ എടുത്തങ്ങ് കളയുകയും ചെയ്യാം. അപ്പോൾ വേദ ഇല ഇട്ടത് തിരിച്ചാട്ടോ. ഞാനിപ്പോൾ ഇല ഇടാനൊക്കെ പഠിച്ചു. അങ്ങനെ ഞാൻ ആ ഇല എടുത്ത് തിരിച്ചിട്ടു. എന്നിട്ട് വേദികയ്ക്കും അഥർവയ്ക്കും കൂടി ഫുഡ് കൊടുക്കുകയാണ്. വേദ കൊക്കോ-കോള എടുക്കട്ടെ, അതെടുക്കട്ടെ, ഇതെടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചങ്ങനെ നടക്കുകയാണ്. ഞാൻ പറഞ്ഞു എടുക്ക് കൊക്കോ-കോള എടുക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ വേദ പോയി കൊക്കോ-കോളയൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ വേദിക ഈ വക സാധനങ്ങളൊന്നും കുടിക്കത്തൊന്നുമില്ല കേട്ടോ. അവൾ നല്ല കുട്ടിയാണ്. കൊക്കോ-കോളയൊന്നും കഴിക്കത്തില്ല, തണുത്ത സാധനങ്ങൾ കുടിക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള ഡയറി മിൽക്ക് കഴിക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല സ്വഭാവം ഉള്ള ഒരു കുട്ടിയാണ് വേദിക. നേരെ മറിച്ച് വേദയാണെങ്കിലോ എല്ലാം കഴിക്കും കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല.
അപ്പോൾ ഞാൻ സാലഡും ബിരിയാണി മാത്രമേ ഉള്ളൂ, വേറൊന്നും ഞാൻ വെച്ചിട്ടില്ല. ധാരാളം കുട്ടികൾക്കായതുകൊണ്ട് അവരത് ധാരാളമായിട്ട് കഴിക്കും. പിന്നെ അച്ചാർ വേണമെന്ന് ചോദിച്ചപ്പോൾ വേദികയ്ക്ക് മാത്രം അച്ചാർ മതി എന്ന് പറഞ്ഞിട്ട് മാങ്ങാച്ചാർ വേദികയ്ക്ക് കൊടുത്തു. ഇനി ഞാൻ ചോദിക്കുകയാണ് ബിരിയാണി എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്ന് ചോദിച്ചു. അപ്പോൾ 3 പേർക്കും ബിരിയാണി ഇഷ്ടമായിട്ടുണ്ട്. വേദയ്ക്ക് ആക്ച്വലി മന്തി വേണം. അതർവേ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോൾ ഞാൻ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ മന്തിയാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ മന്തി ഉണ്ടാക്കാമെന്ന് കരുതി. പക്ഷേ നിങ്ങൾ പ്രേക്ഷകർക്ക് ഞാൻ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് തരാത്തത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഇത് ഉണ്ടാക്കാമെന്ന് കരുതിയത്. അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള മന്തി തന്നെ ഉണ്ടാക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ നിങ്ങളാണ് എനിക്ക് ഫസ്റ്റ് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ കുറേ നാളായിട്ടിത് ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാത്തത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഇത് ഉണ്ടാക്കിയത്. പക്ഷേ വേദയ്ക്ക് ഇഷ്ടമായ അധികം മസാലകളൊന്നും ഇല്ലാതെ ഒരു മന്തി സ്റ്റൈൽ, ആ ചിക്കനൊക്കെ നമ്മൾ ദമ്മിലിട്ട് വേവിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗ്രിൽ ചെയ്ത ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 50% ഒരു മന്തിയുടെ ടേസ്റ്റുള്ള ഒരു ബിരിയാണി. വേദ ഞാൻ ബിരിയാണിയാണ് വെക്കുന്നതെന്ന് പറഞ്ഞ ദേഷ്യത്തിൽ വേദ പറഞ്ഞു എനിക്കിന്ന് മന്തി വേണ്ട, ഞാൻ വല്ല ചോറോ കഴിച്ചോളാം. അപ്പോൾ ഏട്ടന് പഴങ്കഞ്ഞിയുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് പഴങ്കഞ്ഞിയുണ്ട് കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പഴങ്കഞ്ഞിയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിരുന്ന ആളാണ് ഇപ്പോഴത്തെ ബിരിയാണിയും കഴിച്ചുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടമായി, സന്തോഷമായി. അപ്പുറത്ത് ഞാൻ ആദൂസിൻ്റെ വീട്ടിലും കുറച്ച് കൊടുത്തായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ വിഷുവിന് പായസം കൊടുത്തു, പിന്നെ വേറൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവരന്ന് നിറയെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ തന്നിട്ട് ഞാൻ ആ പാത്രങ്ങളെല്ലാം വെറുതെ ഇല്ലേ കൊടുത്തത്, പായസം മാത്രമല്ലേ കൊടുത്തുള്ളൂ എന്നുള്ളൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് ആദൂസിന് കുറച്ച് കൊടുത്തു. അല്ലാതെ ഈ ഏരിയയിൽ വേറെ ആരും ഇല്ല കേട്ടോ കൊടുക്കാനായിട്ട്. അങ്ങനെ അവർക്കും കൊടുത്തു, ഞങ്ങളും കഴിച്ചു. കുട്ടികൾ കഴിച്ച ശേഷം ഞാൻ വിശാലമായിട്ട് വന്നിരുന്ന് കഴിക്കുകയാണ്. എന്തൊരു ടേസ്റ്റ്. പക്ഷേ ശകലം ഉപ്പ് കുറഞ്ഞു പോയി കേട്ടോ. സാലഡിന് ഇല്ലായിരുന്നു, രണ്ടിനും ഉപ്പ് കുറവായിരുന്നു. അല്ല എങ്കിൽ ബിരിയാണി സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും പിള്ളേരെ പറഞ്ഞു വിട്ടിട്ട് വയറ് നിറയെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ഐസ്ക്രീം കഴിക്കാമെന്ന് കരുതി കുറച്ച് ഐസ്ക്രീം എടുത്തു. അപ്പോൾ അതർബയുടെ അമ്മയും ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വന്നു. അത് നമ്മുടെ പിസ്ത ആയിരുന്നു. അപ്പോൾ 2 ഫ്ലേവറും കൂടെ മിക്സ് ചെയ്താണ് പിള്ളേർക്ക് കൊടുത്തത് കേട്ടോ. ഞാനും ഇന്ന് കുറച്ച് ഐസ്ക്രീം കഴിക്കാമെന്ന് കരുതി. ഞാൻ വാനില മാത്രമേ എടുത്തുള്ളൂ. എനിക്ക് പിസ്ത അത്രയും താല്പര്യമില്ലാത്ത സാധനമാണ്. അതുകൊണ്ട് ഞാൻ വാനില മാത്രം. വേദയ്ക്കും വേദികയ്ക്കും കൂടി ഇത് രണ്ടും കൂടി കൊടുത്തു കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആദ്യം വേദയ്ക്ക് വേണ്ടെന്നാണ് പറഞ്ഞത്. അവർ 2 പേരും കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേദയ്ക്കും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വേദികയ്ക്കും അതർവയ്ക്കും ഞാനും കൂടി ഐസ്ക്രീം കഴിച്ചു. എന്നിട്ട് പിള്ളേരെല്ലാം കൂടി മുകളിൽ പോയി കളിയെല്ലാം കഴിഞ്ഞു. എന്നിട്ട് കളിക്കാൻ പോയി. അപ്പോഴേക്കും ഞാനൊന്ന് കിടന്ന് മയങ്ങി കേട്ടോ. എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് ക്ഷീണം വന്നു. ഞാൻ പിന്നെ അങ്ങ് കിടന്നുറങ്ങി. കുറച്ച് ജോലി കൂടുതലുണ്ടായിരുന്നത് കൊണ്ടാവാം, ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ടാവാം ഞാനൊന്ന് ഉറങ്ങി എണീറ്റ് വന്നപ്പോഴേക്കും വീണ്ടും കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടി താഴെ വന്നിട്ടുണ്ട്. വേദയ്ക്ക് അപ്പോൾ വേണം പോപ്കോൺ. ഞാൻ പറഞ്ഞു എനിക്കങ്ങ് ഞാൻ ഉണ്ടാക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നീ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ വേദ പോപ്കോൺ ഉണ്ടാക്കാൻ പോവാണ്. അവരുടെ ഫേവറേറ്റ് മൂവി ഹലോ മമ്മി ടി വിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് മൂവി ടൈമാണ്. ഓഫ് കോഴ്സ് അതിന് പോപ്കോൺ കൂടിയേ തീരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് അതേ കയറുന്നുണ്ട്. എനിക്ക് പേടി ഇനി ഇതെന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എണീറ്റ് ചെന്നു പോപ്കോൺ അവർക്ക് വേണ്ടത് ഉണ്ടാക്കി കൊടുക്കുകയാണേ. വേദ കത്തിച്ച് ഗ്യാസ് സ്റ്റൗ എല്ലാം കത്തിച്ചിട്ട് അതിലേക്ക് പാനും വെച്ച് പോപ്കോണും തട്ടിക്കൊടുത്തു. പിന്നെ അതിൽ വേറെ പരിപാടിയൊന്നുമില്ല, എങ്കിലും ഞാനത് കൂടെ നിന്ന് കരിഞ്ഞു പോകാണ്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനത്തെ ചീസ് പോപ്കോണാണ് വേദ എടുത്തത്. എന്നിട്ട് വെള്ളവും എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്യുകയാണ്. 3 പേരും കൂടെ ബീൻ ബാഗിൽ ഇറങ്ങിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് 3 പേരും കൂടെ ബീൻ ബാഗിലൊക്കെ ഇറങ്ങിയിരിക്കുകയാണേ. എന്തൊരു ഒത്തൊരുമ, എന്തൊരു സ്നേഹം അല്ലേ. ഇങ്ങനെ തന്നെ എപ്പോഴും ഇരിക്കട്ടെ, നല്ല കാര്യം. എനിക്ക് ഫ്രണ്ട്സ് വളരെ കുറവ്. അത് ഫിലിം ഇൻഡസ്ട്രിയിലായിക്കോട്ടെ സ്കൂൾ ടൈമിലായിക്കോട്ടെ എനിക്ക് ഫ്രണ്ട്സ് വളരെ 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 കുറവാണ്. സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ കുട്ടി അങ്ങനെ അല്ലാത്തതിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്താണെന്നറിയില്ല, എനിക്കങ്ങനൊരു ഫ്രണ്ട്ഷിപ്പ് ആരുമായിട്ട് ഇല്ല. അത് ഒരു മോശം സ്വഭാവമായിരിക്കാം, പക്ഷേ എന്തോ എനിക്കങ്ങനെ ഇല്ല. പക്ഷേ വേദയ്ക്ക് ഫ്രണ്ട്സൊക്കെ ഉള്ളതും ഇങ്ങനെ എല്ലാവരുമായിട്ടൊക്കെ കൂടിച്ചേരുന്നതും ഒക്കെ ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ പോപ്കോൺ എല്ലാം ഉണ്ടാക്കി കൊടുത്ത് ഹലോ മമ്മിയും കണ്ട് പോപ്കോണൊക്കെ കണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ബോറടിച്ച് തുടങ്ങി. പിന്നെ പുറത്തിറങ്ങി സൈക്കിളും കാര്യങ്ങളൊക്കെ ചവിട്ടുകയാണ്. ആദൂസും കൂടെ ഉണ്ട്. ആദൂസും ബോറടിച്ചിരിക്കുകയാണ്. ആദൂസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഗൗതുവാണ്. ഗൗതു ഇല്ലാത്തതിൻ്റെ വിഷമത്തിൽ ആദൂസ് ഈ പിള്ളേരെന്ന് പറഞ്ഞ് ആദൂസ് അവരെ കൂട്ടത്തിൽ നിന്ന് കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം നിന്ന് സൈക്കിളും കാര്യങ്ങളൊക്കെ ചവിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു വാ നമുക്ക് റീൽസ് എടുക്കാം. അങ്ങനെ ഒരു റീൽസിൻ്റെ ഒരു വീഡിയോ എല്ലാം വേദയ്ക്ക് കാണിച്ചു കൊടുത്തു. അവർ 3 പേരും കൂടി പ്രാക്ടീസ് എല്ലാം ചെയ്തുകൊണ്ട് നിന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഇരുട്ടി തുടങ്ങുകയാണ്, ലൈറ്റ് പോയാലും നമുക്ക് റീൽസ് കാര്യമായിട്ട് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിന്നപ്പോഴേക്കും 2 പേരുടെയും അമ്മമാർ ഒരുമിച്ച് വിളിക്കാൻ വന്നു കേട്ടോ. പിള്ളേർക്ക് ആകെ വിഷമമായി ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെയൊക്കെ നിന്ന് കുട്ടികൾക്ക് മുഖമെല്ലാം അങ്ങ് വല്ലാണ്ട് വാടിപ്പോയി കേട്ടോ.
എന്നിട്ട് ഞാൻ പറഞ്ഞു വാ നമുക്ക് ബിരിയാണി കഴിക്കാം, നിറയെ ഇരിപ്പുണ്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അഥർവയുടെ അമ്മയും വേദികയുടെ ചേച്ചി കേട്ടോ ഇത്, ഋതികയെ എല്ലാവരെയും വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഞാൻ നിർബന്ധിച്ച് കഴിപ്പിച്ചു കേട്ടോ. കാരണം ഞാൻ കുറച്ച് കൂടുതൽ റൈസും ചിക്കനും ഒക്കെ വച്ചു എല്ലാവർക്കും കൂടി കൊടുക്കുന്നതിനെ കരുതിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇരിപ്പുണ്ട്. ഇനി ഇരുന്നാലും ഞാൻ തന്നെ കഴിച്ച് പെരുകി പോവും, അല്ലെങ്കിൽ എടുത്ത് കളയേണ്ടി വരും. അതുകൊണ്ട് നിർബന്ധിച്ച് അവരെ കൊണ്ട് ഞാൻ കഴിപ്പിച്ചു കേട്ടോ. കാരണം ഈവനിങ് അവർ വിളിക്കാൻ വരുമ്പോൾ അവർക്ക് കൂടി കണക്കാക്കി തന്നെയാണ് ഞാൻ റൈസും കാര്യങ്ങളൊക്കെ ഇട്ടത്. അപ്പോൾ പിന്നെ അത് വെറുതെ വേസ്റ്റാക്കി കളയണ്ടെന്ന് കരുതി നിർബന്ധിപ്പിച്ചു. അങ്ങനെ ഞാൻ ഇലയിട്ടു. അവർക്കും കഴിക്കാനുള്ള ഇല ഉണ്ടായിരുന്നു. കണ്ടോ, 2 ഇല ഏട്ടനോട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഏട്ടൻ പിന്നീട് എടുത്തുകൊണ്ടൊന്ന് എത്ര ഇലയാന്ന് നോക്കിയേ. അപ്പോൾ അവർക്കൂടെ ഇല ഇടാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇല ഇട്ടു. അതിലേക്ക് ചോറെല്ലാം കോരി വെക്കുകയാണ്. ഇത് കുറച്ച് ഞാൻ അവർക്ക് വിളമ്പിയ ശേഷം കുറച്ച് ലാസ്റ്റ് വന്ന കുറച്ച് ചോറാട്ടോ. അത് ഈ ദം ഇട്ടിട്ടുള്ള ആ ഒരു ചോറാണ് കേട്ടോ. അങ്ങനെ അവരെയും എല്ലാവരെയും വിളിച്ചു. ഞാൻ വേദികയോടും അഥർവയോടും പറഞ്ഞു ഒന്നുകൂടെ കഴിച്ചിട്ട് പോവാം, ബിരിയാണിയല്ലേ അതുകൊണ്ട് എന്തായാലും കഴിക്കും. അപ്പോൾ ആദ്യമൊക്കെ അവർ വേണ്ടാന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും നിർബന്ധിപ്പിച്ച് അവരെയും കഴിപ്പിച്ചു കേട്ടോ. കാരണം എല്ലാവർക്കും കൂടി കണക്കാക്കിയിട്ടാണ് ഞാൻ ചോറിട്ടത്. അപ്പോൾ പിന്നെ ചോറും ചിക്കനും ഒക്കെ ഇഷ്ടം പോലെ ഇരിക്കുന്നു, എന്തിനാ വെറുതെ ഇതെടുത്ത് കളയുന്നത്. അതുകൊണ്ട് എല്ലാവരും നിർബന്ധിപ്പിച്ച് ഞാൻ അവിടെ ടേബിളിൽ കൊണ്ടിരുത്തി കഴിപ്പിക്കുകയാണ്. പിന്നെ വേദികയും അഥർവയും കൂടി ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ സ്നാക്സൊക്കെ ഇതുപോലെ പോപ്കോൺ, മുട്ടായി എന്തൊക്കെയോ പറക്കി കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് അധികം വിശപ്പില്ല. എങ്കിലും ഇനി വീട്ടിൽ പോയിട്ടൊന്നും കഴിക്കണ്ടല്ലോ, ഇവിടെ ബിരിയാണി ഇരിക്കുമ്പോൾ ഇനി എന്തിനാണ് വീട്ടിൽ പോയി വേറെ കഴിക്കുന്നതെന്ന് കരുതി അവരെയും കഴിപ്പിച്ചു കേട്ടോ. അങ്ങനെ എല്ലാവരും കഴിച്ചു. എനിക്കും ഭയങ്കര സന്തോഷം തോന്നി. നല്ലൊരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഈ ഒരു ഈസ്റ്റർ എന്ന് പറയുന്നത് നല്ലൊരു ഈസ്റ്റർ ആയിരുന്നു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ ശേഷം ലൈറ്റ് പോയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞാൻ പറഞ്ഞു വാ നമുക്ക് ഡാൻസ് കളിക്കാം, റീൽസ് എടുക്കാമെന്ന് പറഞ്ഞൊരു റീൽസ് എല്ലാം എടുത്ത് വേദയുടെ ഇൻസ്റ്റഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേദ മനോജൻ തന്നെയാണ് വേദയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. അപ്പോൾ പെട്ടെന്ന് പോയി ഓടിച്ചെന്ന് സ്റ്റെപ്സ് എല്ലാം പഠിച്ച് വച്ചിരുന്നത് കൊണ്ട് ഓടിച്ചെന്നൊരു റീൽസ് എല്ലാം എടുത്ത ശേഷം അവരെല്ലാവരും പോകാനിറങ്ങി. വേദയുടെ മുഖവും വാടിത്തുടങ്ങി. എല്ലാവരും പോകാനിറങ്ങുന്നതിൻ്റെ ഒരു വിഷമം വേദയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ വേദികയും പോവാണ്, അഥർവയും പോവാണ്. അഥർവയുടെ മുഖത്തും ഒരു വിഷമമുണ്ട്, കളിയൊക്കെ കഴിഞ്ഞ് പോകുന്നതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട് കേട്ടോ. അങ്ങനെ അവരിറങ്ങി. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ വെക്കേഷന് കുട്ടികളൊക്കെ വീട്ടിൽ വരുമ്പോൾ അതൊരു സന്തോഷം അല്ലേ, അവർക്കൊരു സന്തോഷം, നമുക്കും ഒരു സന്തോഷം. അല്ലെങ്കിൽ വേദ 24 hours ടി വിയുടെ ഫ്രണ്ടിലിങ്ങനെ ഫോണിൽ വലിയ കളിയില്ല, ഞാൻ കൊടുക്കത്തില്ല. ഫോൺ ടി വി രാവിലെ എണീറ്റിട്ട് കിടക്കുന്നവരെ ടി വിയുടെ മുന്നിലാട്ടോ. ഇങ്ങനെയൊക്കെ കുട്ടികളുണ്ടെങ്കിൽ കളിച്ചിരിക്കുമ്പോൾ നമുക്കും അതൊരു സന്തോഷം, അവർക്കും ഒരു സന്തോഷം. ടി വിയൊക്കെ കാണുക അല്ലാതെ വേറെ എന്ത് പരിപാടിയല്ലേ അവരൊക്കെ ചെയ്യുക. പക്ഷെ നമുക്കത് കാണുമ്പോൾ ദേഷ്യം തോന്നും, എണീറ്റ് പോകുന്നൊക്കെ പറയും. അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ വന്നും പോയൊക്കെ നിൽക്കുമ്പോൾ അത് ഒരു സന്തോഷവും സമാധാനവും ഒക്കെ തരുന്നൊരു കാര്യമാണ്. എന്തായാലും നല്ലൊരു ഈസ്റ്റർ ആയിരുന്നു ഈ വർഷത്തേത്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. വേദയുടെ കൂട്ടുകാരും എത്തുള്ളൊരു ദിവസം ഈസ്റ്റർ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അഥർവയും പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അഥർവയും ടാറ്റ പറഞ്ഞു, വേദയും ഇവിടെ നിന്ന് ടാറ്റ പറയുകയാണ്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. നമ്മുടെ ബിരിയാണിയുടെ റെസിപ്പി പുറകെ വരുന്നതായിരിക്കും. ഉടനെ അപ്ലോഡ് ചെയ്യും കേട്ടോ. പായസത്തിൻ്റെത് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യും. ടാറ്റാ, ബൈ.